ബാ സലീം പോയിക്കല്ല അന്വേഷിക്കാണ്. ആ വിവരം എന്തായെന്ന് അറിയാലോ. നമ്മളവിടെ പോയി നോക്കാം. ആ സലീമല്ലേ അവിടെ? സലീമിനെ ചോദിച്ചാലോ. അല്ല ഈ പോയ കാര്യം എന്തായി? ആ പോയത് നടക്കുന്നു തോന്നില്ല. അല്ലടോ, ഇനിയിപ്പോ നമ്മൾ എന്താ ഇത് ചെയ്യാ? 10 കൊല്ലായി ഇവിടെ നിന്ന് താമസാക്കിട്ട് ഇതുവരെ 2 മഹലും മെമ്പറായില്ല. അല്ലടോ, കാതർക്കാന്റെ നാട് കാരിപ്പിടിയല്ലേ? അമ്മന്റെ മയ്യത്ത് അങ്ങോട്ട് ഉണ്ടായാ പോരെ? അത് നടക്കൂല റഷീദേ. 18 കൊല്ലായി അയാൾ അവിടെ നിന്ന് പോന്നിട്ട്. പിന്നെ ആ മാലിക്ക് അയാൾ ഇത് തിരിഞ്ഞു നോക്കിയില്ല എന്നാ ഓരൊക്കെ പറയണേ. ആ കാതറെ ആവശ്യമുള്ളടത്ത് ആവശ്യമില്ലാത്തടത്തൊക്കെ എത്ര പൈസ അവൻ ചെലവാക്കണത്? ഓനത് പൈസ ഇല്ലാത്തവനവന് ഏതായാലും മരിക്കാനുള്ള കാര്യം ഉറപ്പാണ്. ഈ 2 മഹലിലെ ഏതെങ്കിലും ഒരു പള്ളിക്കല് ചില്ലർ പൈസ അല്ലുള്ളൂ. ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുടേനോന്. ഇതുപോലെ ഇനിയും കുറെ ആൾക്കാരുണ്ടാവുന്ന നമ്മളെ മഹലില് മരിച്ചു കഴിഞ്ഞാലേ ഓരോ കുടുംബക്കാരൊക്കെ പാടെ പാഞ്ഞു വന്നു കയറ്റി സെക്രട്ടറി ആരാ പ്രസിഡന്റ് ആരാന്നും ചോദിച്ചു കയറ്റി പാഞ്ഞു വരിക. എന്നിട്ടേ അപ്പോഴാണ് ഇവര് മേലോട്ട് നോക്കുക. ആളും കൂടി കാണാണ്ട് എന്റെ മാലിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, സംസാരിച്ചു മൂപ്പര് പോയി നോക്കിയാലോ? കേക്കാ വരി, എന്ത് കയറി മൂന്ന് പോയി നോക്കാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാരും കേറിക്ക്. എന്തെങ്കിലും 3-ാം പടി ഇങ്ങനെ പോകുന്നത്? നിങ്ങളെ കാരപ്പടിയിലേ കാതലൊന്നും മരിച്ചറിഞ്ഞില്ല. അത് ഞാൻ രാവിലെ അറിഞ്ഞിരിക്കുന്നു. എനിക്ക് ചെറിയ ചിറ്റലുണ്ട്, പോകാൻ കഴിഞ്ഞില്ല. രാവിലെ 5 മണിക്ക് മരിച്ചിരിക്കണ്. ഇപ്പൊ മണി 2 മറ്റേ പള്ളിക്ക് പോയാൽ മറ്റേ അവിടെ കവറടക്കാൻ കഴിയില്ല എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചാലേ നമ്മൾ പള്ളിക്കല് കവറെടുക്കാൻ കഴിയൂലേ? 10-18 കൊല്ലം അതിലൂടെ ഓരോടെ ഒന്ന് താമസാക്കിയിട്ട് ഇതുവരെ നമ്മളെ മഹലൊരു മെമ്പർ അവരായിട്ടില്ല. ഞാൻ സ്വന്തം വിചാരിച്ചാലൊന്നും ഈ കാര്യം അങ്ങനെ പെട്ടെന്ന് നടക്കൂല. സലീമേ, ഇതൊക്കെ കമ്മിറ്റി കൂടി തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചായ വെള്ളം എടുക്കട്ടെ? അജയ വേണ്ട അജയ നമ്മൾ ഓട്ടാ.